അങ്ങനെ നമ്മുടെ ഫൈനൽ ഇയറിൻ്റെ അവസാനത്തെ ഘട്ടം കഴിഞ്ഞു ഗൈസ്. ഇനി നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഇനി നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പ്ലേസ് ആവുകയാണല്ലോ. പ്ലേസ് ആയവർ കമ്പനിയിലേക്ക് നേരെ പ്ലേസ് ആവും, നമ്മളെ പോലെയുള്ളവരൊക്കെ നേരെ വീട്ടിലേക്ക് പ്ലേസ് ആവും. സോ കോളേജ് ലൈഫ് ഇവിടെ കൊണ്ട് അവസാനിച്ചു. സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ്, ഇനിയുള്ള ലൈഫ് എന്ന് വെച്ചാൽ എന്തുവാന്ന് എനിക്കും അറിഞ്ഞൂടാ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വരും, കൺമുന്നിൽ തന്നെ വരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. സോ അതിലെന്തെങ്കിലും കയറി പിടിച്ച് എന്തെങ്കിലും സെറ്റായി വരണം. അതുപോലെ കോളേജ് ലൈഫ് മസ്റ്റ് എൻജോയ് ചെയ്യേണ്ട കാര്യം. സത്യം പറയാമല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 4 വർഷം എന്ന് പറഞ്ഞാലും 4 വർഷമൊന്നും കോളേജിൽ പോയില്ലെന്ന് തോന്നുന്നു. കുറേ ദിവസം അവധിയും കുറേ നാൾ അവധിയും, അതുപോലെ ഒരു സെമ്മ് 6 മാസമൊക്കെ അല്ലേ. സോ നമ്മളിപ്പം 4 മാസം 3 മാസമൊക്കെ പോയിട്ടുള്ളൂ ചില സെമ്മൊക്കെ. ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സോ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ കുറേ പേര് മിസ് ചെയ്യും. നമ്മൾ ഈ അഭിനവ് കുണ്ണയൊക്കെ നമ്മൾ മിസ് ചെയ്യും, ഇല്ലടാ? മിസ് ചെയ്യും. പിന്നെന്താ അഭിനവ് പിന്നെ മിസ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നോർമലി കണ്ണൂർ തന്നെയുള്ളേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണൂർ പോകുന്നത് അന്നേരം കാണും. പിന്നെ രാജനൊക്കെയാണ്. പിന്നെ ഇത് എവിടെ? രാജൻ പത്തനംതിട്ട. രാജൻ പത്തനംതിട്ട. പിന്നെ നമുക്ക് ഒരുമിച്ചാണ്ട് നമ്മുടെ ബീബാസിലെ ഷബിൻ, വർക്കല ഷബിൻ. പിന്നെ ഇതൊക്കെ പിന്നെ അടുത്താ. പിന്നെ നമുക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും വെച്ച് എവിടെയെങ്കിലും വർക്കലൊക്കെ പോകുമ്പോൾ നമുക്ക് പിന്നെ വിളിക്കാം. അത് സീനൊന്നും ഇല്ല. പിന്നെ കുറേ പേരുണ്ട്. കാരണം അജ്മല്, അതൊക്കെ നമ്മളെ ഫുട്ബോൾ ടീം പ്ലേയേഴ്സ് ആണ് കേട്ടോ. ഒരേ വീട്ടിൽ നിൽക്കുന്നത്, ഇല്ലടാ? വർക്കല നമ്മൾ വരും. വർക്കല നമ്മള് ബീച്ചിൽ എൻജോയ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ വേണം ഇവനൊക്കെ നമുക്ക് വിളിക്കാം. സീനൊന്നുമില്ല. നമ്മൾ കോളേജിൽ സത്യം പറഞ്ഞാൽ കോളേജ് വന്ന ഒരു കാര്യം വെച്ചാൽ എല്ലാ ജില്ലയിലും, കേരളത്തിൽ എത്ര ജില്ല ഉണ്ടോ എല്ലാ ജില്ല ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. അതാണ് കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെയുള്ള എല്ലാവരും നമുക്കറിയാം. ട്രിവാൻഡ്രത്ത് കണ്ട ഇനി എവിടെ സ്ഥലം? എവിടെ? മലപ്പുറം. നീ എവിടെ സ്ഥലം? തിരുവനന്തപുരം. കണ്ടോ? ഇവനെടാ കണ്ണൂര്. ഇനി എവിടെ സ്ഥലം? കണ്ടോ? എൻ്റെ കൂടെ നിൽക്കുന്ന ഇത്രയും പേര് പല പല സ്ഥലങ്ങളുള്ള അത്ര പേര് നമ്മൾ പരിചയപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ. അവന്റെ ആ വീട്ടിലുള്ള സിറ്റുവേഷൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിൽക്കും. അതെന്തായാലും സീനില്ല. എന്നാലും ഈ ഒരു ബെസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു വെച്ചാൽ എല്ലാ ജില്ലയിലും ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യത്തിനോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ഇവന്മാരൊക്കെ വിളിക്കാമല്ലോ. വിളിച്ചാൽ വരുമായിരിക്കും എന്ന് തോന്നുന്നു. വിളിച്ചെടുക്കണ്ടേ? ഞാൻ വിളിച്ചാൽ പറയും പോടാ ഇറങ്ങി പോകാന്ന് പറയും. ഇവനൊക്കെ അങ്ങനെ ആയിരിക്കും. പിന്നെ കണ്ണൂർ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവന്മാരെ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ ഇവന്മാരുടെ കല്യാണമോ എന്തെങ്കിലും പരിപാടിയൊക്കെ വന്നാലും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു എൻജോയ്മെന്റ്, ഈ ഒരു ഫോട്ടോ എടുപ്പൊക്കെ ഇവിടെ കൊണ്ട് തീർന്നു. ഇനിയുള്ള കാര്യം വെച്ചാൽ ഇനി എന്തെങ്കിലും ഫെയർവെല്ലോ റിയൂണിയൻ ഇല്ലയോ? റിയൂണിയൻ അല്ലേ? റിയൂണിയൻ. അങ്ങനെ അത് റിയൂണിയൊക്കെ ആകുമ്പം ഇവനൊക്കെ ഒരു അച്ഛനായി പിള്ളേരൊക്കെ ആയിട്ടൊക്കെ വരില്ലടാ റിയൂണിയൻ ടൈമൊക്കെ ആകുമ്പം. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ ഇനി നമുക്ക് എന്തെങ്കിലും കല്യാണോ ഷബിൻ്റെ കല്യാണോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നേരെ മീറ്റപ്പ് ചെയ്ത് അല്ല ബാക്കിയുള്ളവരെ പറഞ്ഞു ഞാൻ എല്ലാവരും കല്യാണത്തിന് അങ്ങനെ റിസപ്ഷൻ ഇവനൊക്കെ വിളിക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒത്തുകൂടി വിളിക്കും. ഓക്കെ അല്ലേ? പറഞ്ഞതാ. ചിലപ്പോൾ ഒക്കെ മറന്നു പോയില്ലല്ലോ. അതാ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഒത്ത് ചേരുന്ന ഒരു ടൈം വരും, എപ്പോഴെങ്കിലും വരും. അന്നേരം നമുക്ക് ഒത്ത് ചേർന്നിട്ട് നമുക്ക് കിടിലം വൈബാക്കാം. അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം കോളേജ് ലൈഫ് കഴിഞ്ഞു. ഇവന്മാരൊക്കെ നീ കാണാൻ പറ്റത്തില്ല. 2-3 ദിവസം കഴിഞ്ഞു കോളേജ് എല്ലാവരും നാട്ടിൽ പോവാ, പരിപാടി, എക്സാം, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയി പോയി. ഇല്ല ഷബിൻ എന്താ പറയാനുള്ള ഏറ്റവും കൂടുതൽ കാര്യം അല്ലേ കോളേജിലെ എന്തെങ്കിലും ഒരു മെമ്മറബിൾ കാര്യം? എന്തെങ്കിലും ഒരു കാര്യം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഷെയർ ചെയ്ത പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ? ഞങ്ങളൊക്കെ കിട്ടിയത് ഭാഗ്യമാണോ അതോ തല കയറിയിരുന്ന ഞങ്ങളാണോ? അല്ല അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ട്സിനെല്ലാം മിസ് ചെയ്യും. പിന്നെന്താ കോളേജ് ലൈഫ് മിസ് ചെയ്യും. നമ്മളെ ഒന്ന് മിസ് ചെയ്യും. നമ്മളെയൊക്കെ മിസ് ചെയ്യും. നമ്മളെ പോലെ ഇങ്ങനെ വൈബുള്ള ടീംസിനെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇല്ല വൈബൊക്കെ ആണോ നമ്മള്? ഇത്ര വൈബുണ്ടത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമുക്ക് എല്ലിലേക്ക് പോവാം. നമുക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ കോളേജ് ലൈഫിനെ പറ്റി? എല്ലാം സത്യം പറയാം. എല്ലിനെയൊക്കെ ഞങ്ങൾ പരിചയപ്പെടുന്ന വെച്ചാൽ എന്നാ നമ്മൾ പരിചയപ്പെടുന്നത് ഫസ്റ്റ് സെമ്മിൽ പരിചയപ്പെട്ടായിരുന്നോ? ഫസ്റ്റ് സെമ്മിൽ പരിചയപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെല്ലാവരും അങ്ങനെ ഗ്യാങ് ഒന്നുമില്ല. സോ എല്ലാവരും നമ്മൾ പരിചയപ്പെടും. എല്ലിനെയൊക്കെ പരിചയപ്പെടുന്ന സെക്കൻഡ് ഇയർ ആണോ പരിചയപ്പെട്ടേ? സെക്കൻഡ് സെമ്മോ എന്തോ ഒരു ആട്ടെ. എല്ലാവരും എന്നെ അറിയാം ഒരു എല്ലാവർക്കും. പക്ഷെ ഞാൻ പരിചയപ്പെട്ടത് ആ ടൈമാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാം വെച്ചാലും എന്നെ അറിയാം. എടാ എല്ലാം വൈബായിരുന്നു. ക്ലാസ്സിലെ ഒരു വൈബ് ടീമാണ് എല്ലാം വൈബ് ടീം. നമ്മൾ ചെറിയൊരു വീഡിയോക്ക് വിളിച്ച് അപ്പം തന്നെ ഓടി വരും. അതാണ് വൈബ്. അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന വലിയ കാര്യമാണ്. അതാണ് എല്ലിനയുടെ ഏറ്റവും പോസിറ്റീവ് മൈൻഡ്. ആ ഒരു വൈബും സെറ്റും അതും കൂടെ നമ്മുടെ കൂട്ടുകാരൻ്റെ കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതിന് കൂടെ തന്നെ കാണും. സോ
സോ നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മളെല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത്. വൈബ് അടിച്ച് ഏത് പരിപാടി ആയാലും എങ്ങനെ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പണിക്കറുണ്ടോ? പണിക്കർ കുറച്ച് ഇൻട്രോവേർട്ട് കാര്യങ്ങളൊക്കെ, അതൊക്കെ വീട്ടുകാർ അങ്ങനെയൊക്കെ ഒരു ഇതായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം. പിന്നെ നമുക്ക് പണിക്കറുണ്ട്. നമ്മുടെ പണിക്കറുണ്ടോ? പണിക്കർ ഓടുന്നുണ്ടോ? അത് നമ്മുടെ സംഘമായിരുന്നുണ്ടോ? ഇല്ല പണിക്കറെ, പണിക്കർ അവസാനം എന്തുവാണ് എനിക്ക് പറയാനുള്ളത്? എന്തുവാടാ പണിക്കറെ? എനിക്ക് എന്താണ് ഈ കോളേജ് ലൈഫിൽ എന്താ പറയാനുള്ളത്? നിന്റെ ഒരു ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി. കുറച്ച് ട്രിപ്പ് ഒക്കെ ഇച്ചിരി കുറച്ചാണ് നമ്മൾ പോയത്. പക്ഷെ എന്നാലും അത് നമ്മൾ കുറച്ചാ പോയത്. അതാ അവിടെ വീട്ടിൽ നിന്ന് ട്രിപ്പേ പോയിട്ടില്ല, അത് വേറൊരു കാര്യം. എന്നാലും അത്യാവശ്യം കുറെ കൂട്ടുകാരെ കിട്ടി. പക്ഷെ പിന്നുള്ള കാര്യം വെച്ചാൽ നമ്മൾ കുറെ ഇയർ ടൂറൊന്നും പോയില്ല. ഫസ്റ്റ് ഇയർ പോയില്ല, സെക്കൻഡ് ഇയർ പോയില്ല, തേർഡ് ഇയർ പോയില്ല. ഫൈനൽ ഇയർ ലാസ്റ്റ് ഒരു ഐ പോയപ്പോഴാണ് കുറച്ചൊരു ബോണ്ടൊക്കെ വന്നത്. നമ്മുടെ ക്ലാസ് ആയിട്ട് ഒരു ബോണ്ടൊക്കെ വന്നത് ആ ടൈമിലാണ്. ഇല്ലടാ, എനിക്ക് ആ ബോണ്ട് വന്ന ആ ടൈമിലല്ലേ? ഞാൻ ഫൈനൽ ഇയർ ഐവിക്കില്ല. സോറി ഇവൻ ഐവിക്ക് വന്നില്ല. അങ്ങനെ കുറെ എണ്ണം ഉണ്ട് ഐവിക്ക് വരാതെ വീട്ടിൽ ഇരുന്നവൻ. നമ്മളല്ലാതെ കുറെ ട്രിപ്പ് ഒക്കെ പോയിരുന്നു, പല ഭാഗത്തോട്ട് പോയിരുന്നു. എക്സ്പെഷ്യലി വയനാട് ഏരിയസിലൊക്കെ നമ്മൾ കറങ്ങിയിരുന്നു. അതാ ഐവി നമ്മള് പോയി. നമ്മള് 2 ദിവസമായിട്ട് നമ്മള് പോയത്. ഈ ഐവി ഒക്കെ മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണ്ട. ഇവന്മാരെ പോലെ ചുമ്മാ വീട്ടിൽ ഇരിക്കേണ്ട കാര്യങ്ങളല്ല. വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് നിങ്ങൾ പുറത്ത് നിങ്ങളൊരു ഗ്യാങ് ആയിട്ടല്ലേ പോയത്? ഗ്യാങ് ആയിട്ടാ പോയത്. നമ്മൾ എവിടെ? സിംഗപ്പൂർ. നിന്റെ ഒറ്റ ലൈഫ് എപ്പോഴും നമ്മളിപ്പോ ഒരുമിച്ച് ലൈഫ് എൻജോയ് ചെയ്യുമ്പോഴാണ് ആ ഒരു എൻജോയ്മെന്റ് കിട്ടുന്നത്. അറിയോ? എൻജോയ്മെന്റ് കിട്ടുന്നില്ലടാ. ഒറ്റയ്ക്ക് ടൂർ പോകുമ്പോഴാണോ ഒരു സുഖം? അത് ഒരുമിച്ച് അതെ, ആ ഒരു വൈബ്. എന്താ ഫ്രണ്ട്സ് ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് പോകണം. അല്ല ചുമ്മാ ഒറ്റയ്ക്ക് പോയതോ അല്ല വേറൊരു ഗ്യാങ് ആയിട്ട് പോകാനൊന്നും എന്നെ കിട്ടത്തില്ല. നമുക്ക് പോകാണ്ട് ഒരുമിച്ച് പോയതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ കിട്ടിയോണ്ടാണ് നമ്മൾ ഐവിക്ക് പോയി എൻജോയ് ചെയ്തത്. നല്ലൊരു എൻജോയ് ചെയ്തില്ലോ. ഇവന്മാര് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇല്ലടാ, മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. എവിടാ പോടേക്ക നീയോ? അതാ ഇല്ല വരാത്തോണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇവന്മാരെ എവിടെയെങ്കിലൊക്കെ വെച്ച് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഞാൻ കുറെ വീഡിയോ ഒക്കെ ഇടാറുണ്ടല്ലോ, സ്റ്റോറി ഒക്കെ ഇടാറുണ്ട്. അന്നേരം നമുക്ക് ഇവന്മാരെ മീറ്റ് ചെയ്യാം. എവിടെയാണെന്ന് വെച്ചാൽ നമ്മള് ഫ്രീ ആയിരിക്കുമല്ലോ. നമ്മള് വീട്ടിലേക്കില്ലേ പ്ലേസ് ആവുന്നത്. ഇവനെ പോലെ വേറെ എങ്ങോട്ടെങ്കിലും പോലെ നമ്മള് വേറെ കമ്പനിയിലൊക്കെ അല്ലല്ലോ. ഇവൻ അല്ല ഞങ്ങളുടെ കമ്പനിയിലേക്കല്ലല്ലോ പ്ലേസ് ആവുന്നേ. ഇവന്മാരെ കമ്പനിയിൽ പ്ലേസ് ആവുന്നത്, നമ്മളൊക്കെ വീട്ടിലൊക്കെ പ്ലേസ് ആവുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഫ്രീ ആയിരിക്കും. നമുക്ക് ഇവന്മാരെ വീട്ടിൽ പോയാൽ എൻജോയ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, നമ്മൾ എവിടെയായാലും എത്തിയിരിക്കും. പിന്നെയുള്ള കാര്യം എന്തായിരിക്കും? പിന്നൊന്നുമില്ലല്ലോ. അപ്പം ഇവിടെ കൊണ്ട് അവസാനിച്ചു ഗൈസ്. നമുക്ക് അടുത്തൊരു നാളെ നല്ല കിടിലൻ വ്ലോഗ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊണ്ട് അവസാനിക്കും കേട്ടോ. ബൈ. കോളേജ് ലൈഫ് തീർന്നു. കോളേജ് വ്ലോഗ് തീർത്തി. ബൈ. പണിക്കർ അവനെ പോലെ ഒരുത്തൻ കേരളത്തിൽ ഒറ്റ കാണത്തുള്ളൂ. അവനെ പോലെ ഒറ്റ അത് ഞാൻ പറയും, കാരണം പറയത്തില്ല. അവസാനത്തെ ചാറ്റെങ്കിലും പറയടാ. നീ എത്ര വീട്ടിൽ വന്നിട്ടുള്ളേ? ഓക്കെ ഐസ്, അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ്. ഓക്കെ, ബൈ.